രുചി തേടിയുള്ള യാത്ര നെല്ലറ നളപാചകം ഇപ്പോൾ എത്തി നിൽക്കുന്നത് സൗത്ത് ചാലക്കുടിയിലാണ്. സൗത്ത് ചാലക്കുടിയിലെ ഹോട്ടൽ ഗ്രേസിൽ നിന്നാണ് ഇന്നത്തെ രുചിക്കൂട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. നമുക്ക് അകത്ത് കയറി ഇവിടുത്തെ രുചിക്കൂട്ട് എന്താണെന്ന് നോക്കാം. കമോൺ. ചാലക്കുടി ഗ്രേസ് ഹോട്ടലിന്റെ അടുക്കളയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ താഴെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ മുകളിലുള്ള ഒരു അടുക്കളയുണ്ട്, ഒപ്പം താഴത്തെ സെക്ഷനിൽ വേറൊരു അടുക്കളയുണ്ട്. ഈ അടുക്കളയിൽ എന്നോടൊപ്പം ഇവിടെ ഉള്ളത് ബെന്നിച്ചേട്ടനാണ്. ബെന്നിച്ചേട്ട നളപാചകത്തിലേക്ക് സ്വാഗതം. ബെന്നിച്ചേട്ടനാണ് ഇതിന്റെ നടത്തിപ്പുകാരനും, ഒപ്പം ബെന്നിച്ചേട്ടന്റെ വൈഫും ബെന്നിച്ചേട്ടനും പിന്നെ ദാസൻ എന്ന് പറയുന്ന ചേട്ടനും കൂടിയാണ് ഈ മുകളിലത്തെ അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇവിടെ പല കാര്യങ്ങളും നടക്കുകയായിരുന്നു. ബിരിയാണി വെക്കുന്നുണ്ട്, ബീഫ് കറി വെക്കുന്നുണ്ട്, ചിക്കൻ കറി വെക്കുന്നുണ്ട്, ചിക്കൻ ഫ്രൈ വെക്കുന്നുണ്ട്, മെയിൻ ഫ്രൈ വെക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വെച്ചപ്പോഴേക്കും ഇന്ന് നെല്ലറ നളപാചകത്തിലൂടെ ബെന്നിച്ചേട്ടൻ കാണിച്ചു തരാന്ന് പറയുന്നത് നല്ല ഒരു മീൻകറിയാണ്. അതും ചാലക്കുടിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇവിടെ വരുന്ന എല്ലാവരും കഴിച്ചിട്ട് പോകുന്ന നല്ല നാടൻ മീൻകറി അല്ലേ? മീൻകറിക്ക് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം നാടൻ മീൻകറി ഉണ്ടാക്കാൻ? നമുക്ക് സവാള, ഉള്ളി, ചെറിയ ഉള്ളി, കറിമുളക്, ഓക്കെ, പച്ചമുളക്, നാടൻ പച്ചമുളക് ആവശ്യമാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യമാണ്. ഉപ്പ്, ഓക്കെ, കുടംപുളി, തേങ്ങ ചെറുകിയത്, വെളിച്ചെണ്ണ, വിനാഗിരി, ഇഞ്ചി, ഓക്കെ, തക്കാളി, വേപ്പില. അപ്പൊ നമ്മള് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് സവാളയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് ആ ഒരു മിക്സിംഗ് കൂട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഉരുളിയിലെല്ലാം കൂട്ടി തിരുമ്മി റെഡിയാക്കുന്നു. അപ്പൊ ഈ ഒരു കൂട്ട് ഇവിടെ തയ്യാറായത് നമ്മൾ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉരുളിയിലേക്ക് നമ്മൾ ഈ ഒരു അരിഞ്ഞ കാര്യങ്ങളെല്ലാം കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി, സവാള, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ നാടൻ മുളക്, തൊണ്ടൻ മുളക്, ഇതൊക്കെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്തൊക്കെ ചേർത്തുള്ളത്? മഞ്ഞൾപ്പൊടി കുറച്ച് ഇതിലേക്ക് ചേർക്കുകയാണ്. മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടി പോവുകയാണ്. അല്പം മുളക് പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം ഉപ്പ് എന്നീ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ചേർക്കുന്നു? വിനാഗിരി, ഓക്കെ, വെളിച്ചെണ്ണ ചേർക്കുന്നു. അതിനുശേഷം വിനാഗിരി അതിലേക്ക് ചേർക്കുകയാണ്. കൂട്ടി തിരുമാൻ വേണ്ടി പോവാണ്. കാരണം നാടൻ മീൻകറിയാണ്. അപ്പൊ ബെനിച്ചായ കൂട്ടി തിരുമൻ തന്നെ പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 3 ഇരട്ടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കല്ലുപ്പാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മുളക് പൊടി എന്ന് പറയുമ്പോൾ കാശ്മീരി മുളക് പൊടിയാണോ? കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, നല്ല കളർ കിട്ടുകയും ചെയ്യും, എരിവ് കുറവിടാനും. അപ്പൊ നമ്മൾ കാണാനും നല്ല ഒരു ചന്തം കാണും നമ്മുടെ കറിക്ക്, ഒപ്പം സ്വാദം കിട്ടും. അപ്പൊ കൈകൊണ്ട് തന്നെ നല്ല തിരുമെടുക്കാൻ വേണ്ടി പോവാണ് അല്ലേ? ചെയ്യാം. ഇവിടുത്തെ ഈ ഒരു പ്രോസസ് കഴിഞ്ഞു. തേങ്ങാപ്പാല് ഒഴിക്കണം. തേങ്ങാപ്പാലാണ് നമ്മളിനി ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ 2ാം പാൽ ഒഴിക്കും. 1ാം പാല് തിളച്ച് ഇറക്കുന്നതിന് മുമ്പ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നവർക്കറിയാം. ഇപ്പൊ നമ്മൾ 2ാം പാലാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ തന്നെ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നാടൻ തേങ്ങാപ്പാല് ഒഴിച്ച് 2ാം പാല് ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നാടൻ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ ഈ ഫസ്റ്റ് കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഒപ്പം ഇവിടെ ആകാംക്ഷയോടെ കാണുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു മീനുണ്ട്, വ്യത്യസ്തമായ കുറെ മീനുകളും ഇങ്ങനെയുണ്ട്. അപ്പം ഏത് മീനായിരുന്നാലും നിങ്ങൾ ഉപയോഗിച്ചാലും മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നല്ല സ്വാദുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ എടുത്തതിന് ശേഷം അതിനകത്ത് വെളിച്ചെണ്ണയും വിനാഗിരിയും അതുപോലെ തന്നെ നമ്മളെ മുളക് പൊടിയും പിന്നെന്താ ചേർക്കുന്നത്? മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 15 മിനിറ്റ് സമയം മാറ്റി വെച്ചതിന് ശേഷം വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു കൂട്ടും 2ാമത്തെ ഒരു കൂട്ടും ഉണ്ടാക്കി നമ്മൾ നേരെ അടുപ്പിലേക്ക് പോകുന്നത്. അടുപ്പിലേക്ക് പോകുമ്പോൾ വിറക് വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വിറക് വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം.
നാടൻ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പം ഉണ്ടാക്കിയ ആദ്യത്തെ ഒരു കൂട്ട് വിറക് അടുപ്പിലേക്ക് വെച്ചു. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഗ്യാസിലാണ് പാചകം. പക്ഷേ വിറകില് പാചകം ചെയ്തു കഴിഞ്ഞാൽ നല്ല സ്വാദും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തിന് ലഭിക്കുകയും ചെയ്യും. അത് എന്തായിരുന്നാലും ചോറ് വെച്ചാലും സ്വാദ് കൂടും, മീൻകറി വെച്ചാലും സ്വാദ് കൂടും. വിറകിൽ ഉണ്ടാക്കുന്നതിന് പ്രത്യേകമായ ഒരു സ്വാദ് തന്നെ ലഭിക്കുന്നതുകൊണ്ട് നമ്മളും മാക്സിമം പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിറകിൽ തന്നെ പാചകം ചെയ്യുക. ചേട്ടൻ എന്താണ് അതുകൊണ്ട് മാത്രം തന്നെയാണ് വിറകിൽ പാചകം ചെയ്യുന്നത്? നാടൻ മീൻകറി ഇങ്ങനെ വിറകിൽ കിടന്ന് ഏകദേശം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഇനി എന്താണ് അതിൽ ചേർക്കുന്നത്? ഓക്കെ, കുടംപുളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുടംപുളി ഇട്ട് കൊടുക്കാം. ഒരുപാട് കുടംപുളി നമ്മൾ ചേർക്കും ഇതിന്. 5-10 കുടംപുളി നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ പുളി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുടംപുളി ചേർത്താൽ മാത്രമേ നാടൻ മീൻകറിക്ക് നല്ല സ്വാദ് ലഭിക്കത്തുള്ളൂ. സാധാരണ പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വാദ് വേറെ ആയിട്ട് മാറും. പ്രത്യേകിച്ച് ചാലക്കുടി സ്റ്റൈലില് ഗ്രേസ് ഹോട്ടലിൽ ലഭിക്കുന്ന മനോഹരമായ രുചിയുള്ള നാടൻ മീൻകറിയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. മീന് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് മീനിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഏകദേശം 15 മിനിറ്റോളം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മീനാണ്. ഈ മീനിനകത്ത് നമ്മൾ മുളക് ചേർത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇതിൽ നന്നായിട്ട് പിടിപ്പിച്ച് 15 മിനിറ്റ് മാറ്റി വെച്ച മീനിനെയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. നല്ല നാടൻ മീൻകറി ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം പാല് ചേർക്കാനുള്ള സമയമായിരിക്കും. നമുക്ക് ബെനിഫിറ്റ് ഇതാ 1-ാം പാലാണ് ഇപ്പൊ ചേർക്കുന്നത്. ചേർത്ത് കൊടുക്കാം ചേട്ടാ. 1-ാം പാലും നമ്മളതാ നാടൻ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ബെനിച്ചായൻ നാടൻ മീൻകറി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വിറകിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് വെന്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഉണ്ട്. വെളിച്ചെണ്ണ, വറ്റൽമുളക്, ഉള്ളി, വേപ്പില എന്നിവ ചേർത്തിട്ട് ഓക്കെ കൈകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ ചേർക്കുകയാണ് ചെയ്യാം. ശരി, നമുക്ക് അക്കാര്യം കൊണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ മീൻകറി അതുകൊണ്ട് മാറ്റി അതിൻ്റെ നമ്മുടെ മീൻകറിയുടെ പുറത്ത് താളിക്കാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് ചെയ്യാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ആദ്യം ചെയ്യുന്നത് അതിനകത്തേക്ക് ഇടുന്നത് ഉള്ളിയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ ഉള്ളി അതിലേക്ക് ഇടുകയാണ്. ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ബെനിച്ചായൻ. ഉള്ളി വെളിച്ചെണ്ണയിൽ കിടന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കാണ് നമ്മൾ അടുത്തത് കറിവേപ്പില അതിലേക്ക് ചേർക്കുന്നത്. കറിവേപ്പിലയും അതുപോലെ തന്നെ ചുവന്ന മുളകും നമ്മളിപ്പം അതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയിൽ ചേർത്ത ഉള്ളിയും അതുപോലെ തന്നെ ചുവന്ന മുളകും കറിവേപ്പിലയും നമ്മൾ ഇതിലേക്ക് നമ്മുടെ നാടൻ മീൻകറിയിലേക്ക് ചേർക്കുകയാണ്. ചേർക്കാം. മീൻകറി തയ്യാറായി കഴിഞ്ഞു. ബെനിച്ച, നിങ്ങള് ചോറിനോടെയാണോ കഴിക്കേണ്ടത്? ഏറ്റവും സ്വാദ് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ചോറാണ് ബെസ്റ്റ്. നേരെ എന്തുകൂടെ കഴിക്കാമോ? ചോറാണ്. ആ, നമ്മുടെ ചോറിന്റെ കൂടെ തന്നെ ഈ ഒരു നാടൻ മീൻകറി ഉപയോഗിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്വാദായിരിക്കും. അപ്പൊ എന്തായാലും ചോറ് ഉണ്ണണമെന്നുണ്ടെങ്കിൽ നാടൻ മീൻകറി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വാദോടെ വിശാലായിട്ട് ഉണ്ണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഊണ് കഴിക്കാനുള്ളവർക്ക് നാടൻ മീൻകറി ഇനി വീട്ടിലും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് നെല്ലറ നളപാചകം. നമുക്ക് ഇവരുടെ അടുക്കളയിൽ ബാക്കിയുള്ള അടുക്കളകളുടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. നളപാചകം.